പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തവരോട് ദാക്ഷിണ്യം പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും പന്ന്യൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് മണിക്കൂറുകൾക്കുള്ളിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് റദ്ദാക്കി. പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത കേസിൽ CPIM DYFI പ്രവർത്തകരെ തന്നെ പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് പന്ന്യൻ രവീന്ദ്രൻ വീണ്ടും CPIM വിമർശനവുമായി രംഗത്തെത്തിയത്. പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കഴിയില്ല. കമ്മ്യൂണിസത്തെ ഫാഷനായി കൊണ്ടു നടക്കുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കൂ. ഇത്തരം ക്രിമിനലുകളോട് ദാക്ഷിണ്യം പാടില്ല. അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും പന്ന്യൻ ആവശ്യപ്പെട്ടു. ഒരു ക്രൂരത ശരിക്കും മനസ്സിലുള്ള ആർക്കെങ്കിലും കഴിയൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ ചെയ്യാൻ ഒരിക്കലും കൈപൊങ്ങില്ല, അവൻ്റെ മനസ്സുണ്ടാവില്ല. നമുക്കൊരു സ്വയം വിമർശനപരമായി കമ്മ്യൂണിസ്റ്റുകാർ ആലോചിക്കണം. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വരുന്ന പറയോട് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? അത് ആലോചിക്കണം. ഇതിനിടെ കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP MV രാജേന്ദ്രനെ തിരുവല്ലയിലേക്ക് സ്ഥലം മാറ്റി. കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഈ സ്ഥലം മാറ്റമെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ DYSPയെ സ്ഥലം മാറ്റി ഉത്തരവ് ആഭ്യന്തരമന്ത്രി റദ്ദാക്കുകയും ചെയ്തു. റിപ്പോർട്ടർ, ആലപ്പുഴ.